തനിക്കെതിരെ ചിലർ മനഃപൂർവ്വം വ്യാജവാർത്തകൾ നിരന്തരം പ്രചരിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങൾക്ക് മുൻപിൽ വിതുമ്പി കരഞ്ഞ് CPM നേതാവ് PK ശ്രീമതി. ഭാരത് ലൈവ്, കർമ്മ ന്യൂസ്, ജനം എന്ന ചാനലുകളാണ് തനിക്കെതിരെ വ്യാജവാർത്ത കൊടുക്കുന്നത്. ഏറെക്കാലമായി ഇത് തുടരുന്നു. കുടുംബത്തിനെതിരെ പോലും വ്യാജ പ്രചരണം നടത്തുമെന്നും മാനനഷ്ടത്തിന് താൻ കേസ് കൊടുക്കുമെന്നും ശ്രീമതി പറയുന്നു. വളരെയേറെ വിഷമത്തോടു കൂടിയാണ് ഞാൻ മാധ്യമങ്ങളെ കണ്ടത്. കഴിഞ്ഞ ഒരു 3-4 ദിവസമായിട്ട് മലയാളം അറിയാവുന്ന എല്ലാവരെയും വിശ്വസിപ്പിക്കാൻ വേണ്ടിയായിരിക്കണം എനിക്കെതിരെ വളരെ തെറ്റായ, അടിസ്ഥാനരഹിതമായ, അസംബന്ധമായ വാർത്തകൾ ജനം TVയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നത്. അതിനുശേഷം കർമ്മ, ഭാരത് ലൈവ് ഒക്കെ അത് ചെയ്യുന്നു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങളുടെ കണ്ണൂർ ജില്ലയിലുള്ള ഒരു സായാഹ്ന പത്രമായ സുദിനവും അത് തന്നെ ചെയ്തു. പലരും പലപ്പോഴും അയച്ചു തന്നിട്ടുള്ള വാർത്തകൾ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് ഇത് അങ്ങനെ പൊയ്ക്കോളുമെന്നാണ്. എന്നാൽ യൂട്യൂബ് ചാനലുകളിൽ ഇത് തുടർച്ചയായിട്ടാണ് വരുന്നത്. സാധാരണ ചാനലുകളുടെ കൂട്ടത്തിലുള്ള ജനം TVയും അത് ആവർത്തിക്കുകയാണ്. കുറെ യൂട്യൂബ് ചാനലുകളിൽ എനിക്കെതിരെ ഒരുപാട് വാർത്തകൾ വരാറുണ്ട്. പക്ഷേ ഞാൻ കഴിഞ്ഞ 2 ദിവസം മുൻപ് തന്നെ ഇതിനെതിരെ കേസ് കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള ഇതിന്റെ വസ്തുതകളൊക്കെ ശേഖരിച്ചുകൊണ്ട് അഡ്വക്കേറ്റിനെ ഏൽപ്പിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇന്നലെയും ഇന്നുമായിട്ട് വീണ്ടും നിരവധി പേർ ഭാരത് ലൈവ്, ജനം, കർമ്മ ഇവരുടെയൊക്കെ വീഡിയോ എനിക്ക് അയച്ചു തന്നു. അതിൽ പറയുന്നത് ഏതോ ഒരു PR കൃഷ്ണൻ എന്ന് പറയുന്ന MLA ഉണ്ടത്രേ. ആ വ്യക്തിയുടെ ഭാര്യയായിട്ട് ഞാൻ അഭിനയിച്ച് നിയമസഭയിൽ MLA എന്നുള്ള നിലയിൽ കിട്ടേണ്ടുന്ന ഫാമിലി പെൻഷൻ വാങ്ങുന്നു എന്നാണ്. ആ വാർത്താ അവതരണമൊക്കെ നിങ്ങളൊന്ന് കേൾക്കണം. പെൺകുട്ടികളാണ് അതെല്ലാം അവതരിപ്പിക്കുന്നത്. കേട്ടാൽ ആരും വിശ്വസിച്ചു പോകുന്ന തരത്തിലാണ് അവരത് പറയുന്നത്. വളരെ വർഗലായിട്ടാണ് അവതരിപ്പിക്കുന്നത്. ഇത്രയും തെറ്റായിട്ടുള്ള, അടിസ്ഥാനരഹിതമായ ഒരു വാർത്ത നൽകുമ്പോൾ 50 കൊല്ലമായിട്ട് ഈ സമൂഹത്തിലുള്ള എന്നോട് ആ പെൺകുട്ടികൾ പോലും ഒരു വാക്ക് ചോദിച്ചില്ല. ഇങ്ങനെ ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിക്കാതെ, വസ്തുതകൾ ക്കാതെ അടിസ്ഥാനരഹിതമായിട്ട് ആരോപണങ്ങൾ ഉന്നയിച്ച് ഒരു പൊതുപ്രവർത്തകയെ അപമാനിക്കുക എന്ന ദുരുദ്ദേശമാണ് ഇവർക്കുള്ളത്. എനിക്കെതിരായ രാഷ്ട്രീയ ശത്രുക്കൾ ആരെങ്കിലും ഇതിന് പിന്നിലുണ്ടോ എന്നും സംശയമുണ്ട്. കാരണം ഒരുപാട് തവണ പല ഘട്ടങ്ങളിലായിട്ട് ഇത്തരത്തിലുള്ള തെറ്റായിട്ടുള്ള വാർത്തകൾ എനിക്കെതിരെ വന്നുകൊണ്ടിരിക്കുകയാണ്. തീവ്രത എന്നത് ഞാൻ ഉപയോഗിച്ചൊരു വാക്കേ അല്ല, ഞാൻ ആ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രയോഗിച്ച വാക്കുമല്ല. എന്നിട്ടും എന്തോരം മോശമായിട്ടാണ്, എത്ര തവണയാണ്, ഏതെല്ലാം പേജിലാണ് എനിക്കെതിരായിട്ട് ഇത്ര വൃത്തികെട്ട വിധത്തിൽ എഴുതുന്നത്. എന്നെപ്പോലെ ഇത്രയും പ്രായമുള്ള ഒരു സ്ത്രീക്കെതിരെ ഈ കേരളത്തിൽ എന്തൊക്കെ കമന്റുകളാണ് ആളുകൾ ഇടുന്നത്. ഒരു തവണയല്ല, 2 തവണ ഞാൻ കേസ് കൊടുത്തു. ഒരു തവണ BJPയുടെ നേതാവ് ഗോപാലകൃഷ്ണൻ പരസ്യമായിട്ട് മാപ്പ് പറയുകയും ചെയ്തു. അന്തരിച്ചുപോയ ബഹുമാനായ എന്റെ സഹപ്രവർത്തകനായിരുന്നു നിയമസഭയിൽ PT തോമസ്. എറണാകുളം പ്രസ് ക്ലബിൽ വെച്ച് ഒരു പത്രസമ്മേളനം നടത്തി അദ്ദേഹം പറഞ്ഞത്, കോവിഡ് കാലത്ത് ഓക്സിജൻ പ്ലാന്റിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഓക്സിജൻ എല്ലാം കരിഞ്ചന്തയിൽ വിൽക്കാൻ വേണ്ടി എന്റെ മകൻ പൂഴ്ത്തിവെച്ചിരിക്കുന്നു എന്നാണ്. അങ്ങനെ നിരവധി കുഞ്ഞുങ്ങൾ മരിക്കുകയാണെന്നും വാർത്ത കൊടുക്കുന്നു. പക്ഷേ ഞാൻ അതിന്റെ പേരിൽ പയ്യന്നൂരിൽ ഒരു കേസ് കൊടുത്തു. തളിപ്പറമ്പിലുള്ള പ്രഗത്ഭനായ ഒരു അഡ്വക്കേറ്റ് മുഖേനയാണ് കേസ് കൊടുത്തത്. എന്നാൽ ആ കേസ് എടുക്കാൻ വേണ്ടി പോകുന്നതിന് 2 ദിവസം മുമ്പാണ് അഡ്വക്കേറ്റ് പറഞ്ഞത് അദ്ദേഹം വളരെ സീരിയസ് ആയിട്ടുള്ള നിലയിൽ ചികിത്സയിലാണ്, രോഗമാണ് എന്നൊക്കെ. അത് കേട്ടപ്പോൾ തൽക്കാലം ആ കേസ് എടുക്കണ്ട, അതങ്ങനെ നിൽക്കട്ടെ എന്ന് പറഞ്ഞു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ പിന്നെ അദ്ദേഹം ഈ ലോകത്തോട് വിട പറയുകയും ചെയ്തു. എന്നെ 17-ാം വയസ്സ് മുതൽ സ്കൂൾ മുതൽക്ക്, പ്രത്യേകിച്ച് അധ്യാപക രംഗത്ത്, അതിനുശേഷം 19 കൊല്ലമായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്നെക്കുറിച്ചാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. ഒരു MLAയുടെ ഭാര്യയായിട്ട് ഞാൻ ഫാമിലി പെൻഷൻ വാങ്ങുക എന്നൊക്കെ പറയുമ്പോൾ, പ്രചരിപ്പിക്കുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങളൊക്കെ ചെറുപ്പക്കാരാണല്ലോ, നിങ്ങൾക്കെല്ലാം അമ്മമാരുണ്ടല്ലോ എന്നും ശ്രീമതി ടീച്ചർ ചോദിക്കുന്നു. യൂട്യൂബ് ചാനലുകൾ ഉപയോഗിച്ച് എന്നെപ്പോലൊരു വ്യക്തിയെ ഈ വിധത്തിൽ അധിക്ഷേപിക്കുമ്പോൾ എന്താണ് വസ്തുത എന്ന് ഏതെങ്കിലും ഒരു മാധ്യമപ്രവർത്തകൻ എന്നോട് ചോദിക്കും എന്ന് ഞാൻ കരുതിയിരുന്നു. ഈ കഴിഞ്ഞ 2-3 ദിവസം ആരും ചോദിച്ചില്ല. പിന്നെ എനിക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഞാനിന്ന് നിങ്ങളുടെ മുൻപാകെ വന്നത്. സമൂഹത്തിൽ അവമതിപ്പ് ഉണ്ടാക്കുക എന്ന ദുരുദ്ദേശത്തോടെയാണ് ഇത് ചെയ്യുന്നത്. DGPക്കും ആഭ്യന്തരമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകുമെന്നും PK ശ്രീമതി പറഞ്ഞു. ഈ കൃഷ്ണൻ എന്ന് പറയുന്ന ആൾ ആരാണെന്ന് പോലും തനിക്ക് അറിയില്ല എന്നാണ് ശ്രീമതി ടീച്ചർ പറയുന്നത്.